ഇൻട്രൊഡക്ഷൻ പറയാന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് മേഖലയിലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും നിരവധി സിനിമകൾ, സ്റ്റേജ് ഷോകൾ, ടിവികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അല്ല, അതുക്ക് മേലെയാണ് ജോർജ് ഏട്ടൻ എന്ന് പറയുന്ന ആള്. അതായത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആദ്യത്തെ ഗൾഫ് ഷോ, അതിൽ അന്ന് ഒരേ ഒരു മിമിക്രിക്കാരനെ കൊണ്ടുപോയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന്. കാരണം അന്ന് കേരളത്തിൽ ഇത്രയും പോപ്പുലറായ വേറൊരു മിമിക്രിക്കാരനില്ല. 87 ഇന്നസെന്റ് ഉണ്ടായിട്ടില്ലേ? ഞാൻ എത്ര വർഷമായി ഇപ്പോ? 34 വർഷം. 34 വർഷം മുമ്പാണ്. അന്ന് പലരും ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവില്ല. ഞാനൊന്നും ജനിച്ചിട്ടില്ല. അന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്യുന്ന ആ പ്രോഗ്രാമിന് ഭയങ്കരമായ കയ്യടിയും ബഹളമൊക്കെയാണ്. ഞാനൊക്കെ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, കുറച്ചെങ്കിലും എനിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ. അത്രയും ഗംഭീരമായിരുന്നു ആ സമയത്ത്. അതിൽ ഒറ്റയ്ക്ക് പോയിട്ടപ്പോ എന്തായിരിക്കും ജോർജ് ചേട്ടാ കാണിക്കുന്നത്? ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാല് പ്രോഗ്രാമിന് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാരഞ്ജനിയും കൽപ്പന തമ്മിലുള്ള ഒരു സ്കിറ്റായിരുന്നു അല്ലേ ഏട്ടാ? അത് മൈക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് കർട്ടൻ ഇട്ടു ഫസ്റ്റ് സ്റ്റേജിൽ അൽനാസറിൽ. ഓർക്കണല്ലേ ചേട്ടൻ? അറിയാം. എന്നിട്ട് പിന്നീട് എങ്ങനെ തുടങ്ങുമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിമിക്രിയിൽ തുടങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ ഉള്ളാന്തി പോയി. കാരണം ഇത്രയും ജനം നിൽക്കുന്ന സമയത്ത്. അതിന്റെ പേര് നരബലി എന്നാണ്. ഇത്ര ആർട്ടിസ്റ്റുകൾ, വലിയ ആർട്ടിസ്റ്റുകൾ നിൽക്കുമ്പോ ചില സമയത്ത് എന്തെങ്കിലും മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഷോ നിർത്തിയ ശേഷം രണ്ടാമത് തുടങ്ങാനായിട്ട് നീ ചെന്ന് കേറിക്കോന്ന് പറഞ്ഞാൽ നമ്മളെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരാള് പാടുന്ന ഒരാളാണെന്ന് വയ്ക്കാം. അപ്പൊ അയാളുടെ ഉള്ളിലുണ്ടാവും ഈ പാട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ എന്താ, ഇയാളുടെ സംഭവം തെറ്റിയാലും നമുക്കും അറിയില്ല. ഇതില് ഒരാൾക്കും ഒരു പിടിയും കിട്ടില്ല. കാരണം എന്ത് കാണിച്ചാലും അത് ഓക്കെയാണ് നമുക്ക്. കാരണം നമുക്ക് അതിന്റെ എന്തെങ്കിലും അറിയണ്ടായി. അങ്ങനത്തെ ഒരു സാധനമാണ് അന്ന് ജോർജ് കൊണ്ടത്. മാത്രമല്ല അതിൽ ജോർജ് ഗംഭീരമായിട്ടാണ് അന്ന് ചെയ്തത്. അത് സ്റ്റാർട്ടിങ്ങില് മറ്റേ കൗസല്യ സുപ്രഭാതം അതിലായിരുന്നു ഞാൻ അത് റീഎൻട്രി ചെയ്യാൻ. ഈ ദിലീപേട്ടനെ നാദിർഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതോ നാദിർഷയ്ക്ക് ഫീൽഡിൽ കൊണ്ടുവന്നതോ അങ്ങനെ എന്തൊക്കെയായിട്ടൊരു പരിപാടികളില്ലേ ജോർജ് ചേട്ടന്? നാദിർഷനെ ഫീൽഡിൽ കൊണ്ടുവന്ന, അതായത് നാദിർഷയുടെ ഒരു ഗുരുവാണ് ഞാനും രമേശ് കുറുമശ്ശേരിയും. ഒരു നിമിത്തമായി, ഒരു നിമിത്തമാണത്. ദിലീപ് ഹരിശ്രീയിൽ വരാനുള്ള കാരണക്കാരൻ ഒരു നിമിത്തമായത് ഞാനാണ്. അതെ. പക്ഷെ അല്ല, ദിലീപേട്ടന്റെ ഒരുമിക്ക പടങ്ങളിലും അതുകൊണ്ട് ജോർജ് ചേട്ടൻ ഒരു ഷോട്ടിലെങ്കിലും ജോർജ് ചേട്ടൻ ഉണ്ടാവും. നമ്മൾ അമേരിക്കയിൽ പോകുമ്പോ ആരൊക്കെയായിരുന്നു? അമേരിക്കയില് ഇന്നസെന്റ് ചേട്ടന്റെ ട്രിപ്പ് ഇന്നസെന്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു കോർഡിനേറ്റർ ഞാനായിരുന്നു. അപ്പൊ ഇന്നസെന്റിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് അമേരിക്കയിൽ ഒരു ട്രിപ്പിന് പോയിട്ട് വരാം, നീയല്ലേ വിളിക്കണത്, ഞാൻ വരാടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നമുക്ക് ടൂറായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നസെന്റിന് വന്നു. അന്ന് എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ വൈഫും മകനും അതിനകത്ത് വരാൻ സാധിച്ചു. എന്റെ ഭാര്യ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും ഇയാളുടെ പോലെ തന്നെയുള്ള ഒരാളാണ്. നല്ല വലിയ ആളാ ഞാൻ. ഈ പിഷാരടി ഇവിടെ ഇരുന്ന് ഇവരുടെ അടുത്ത് കാണിക്കുക നോണയാ നീ പറ, ഞാൻ കാശ് എന്നിട്ടല്ലോ നീ പറയണേ. കാശ് എന്നിട്ടല്ല പറയണത്. ഒക്ടോബറിൽ ഞങ്ങൾ അമേരിക്കയിൽ ഷോ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ചേട്ടാ എൻ്റെ മോന് ആ വിദ്യാരംഭം കുറിക്കാനായിട്ട് ഹരിശ്രീ എഴുതിക്കണം, ചേട്ടൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അപ്പൊ ചേട്ടന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അതെന്താ പറഞ്ഞത്, ചെയ്യിപ്പിക്കരുത്. കാരണം ഈ മനുഷ്യന് 8ാം ക്ലാസ് വരെ ഉള്ളൂ, ഓരോ ക്ലാസ്സിൽ 3 കൊല്ലം വീതം തോറ്റ ആളാണ്. എന്തിനാ ജോർജ് നീ നിന്റെ മകന്റെ ഈ ജീവിതം പന്താടണെന്ന് ചോദിച്ചു. ജോർജിന് പ്രാന്തണ്ടോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുക്ക പറയാ, ആ ഹരിശ്രീ എഴുതിക്കുന്ന അക്ഷരം ഇന്ന് രാത്രിയെങ്കിലും ഇരുന്ന് എഴുതി പഠിക്കാൻ എന്റെ അടുക്ക. ഇവൾക്കറിയില്ല ഞാൻ ആരാണെന്നുള്ളത്. പക്ഷെ എനിക്കറിയാമായിരുന്നു ചേട്ടൻ ആരാണെന്ന്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ കൂടെ ചെയ്യിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്റെ മോൻ വായെടുത്ത കൗണ്ടറാണ് വീട്ടില്. ഭയങ്കര തമാശയാണ്. മതിയല്ലോ, വിദ്യാഭ്യാസം കുഴപ്പമില്ല. അല്ല, ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ആദ്യത്തെ സീസൺ ഉദ്ഘാടനം ചെയ്ത ഇന്നസെന്റ് ഏട്ടനാ. അതിപ്പോ 2 സീസണായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് ചെറിയ ആളല്ല ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ന് കാലത്ത് ഇവിടെ ഉണ്ടായ സംഭവം ഞാനാണ്. ഈ ഫ്ലോർ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഞാൻ വലത് കാല് വെച്ച് ഇയാളൊക്കെ എത്ര സന്തോഷത്തോടെ എന്നെ കയറ്റിക്കൊണ്ടുവന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉണ്ടായത് എന്താന്ന് വെച്ചാല് കേറിയ വഴിക്ക് ഇവിടുത്തെ കറണ്ട് പോയി. അപ്പൊ ഇയാളെ എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി, ബെസ്റ്റ് ആളെ ഞാൻ കൊണ്ടുവന്ന. അതുമല്ല, ഈ ജോർജ് ചേട്ടനെ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് അല്ലാത്തപ്പോഴെങ്കിലും ജോർജ് ചേട്ടൻ ഇതിന്റെ സംഘാടനം, ജോർജ് ചേട്ടൻ ആരെങ്കിലും ഒക്കെ എപ്പോഴും പുതിയ പിള്ളേരെ കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളോട് പറയും. ജോർജ് ചേട്ടന് വേണ്ടി മാത്രമല്ല, ജോർജ് ചേട്ടൻ എപ്പോഴും എടാ അവിടെ ഒരു പയ്യനുണ്ട്, നല്ലതാണ്, അവന് അവസരം കൊടുക്കണം, ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുടെ ഗുരുവായിട്ടുള്ള ഒരുപാട് പേരെ കലാഫീൽഡിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജോർജ് ചേട്ടൻ എന്നുള്ളതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കരുത്. ഇന്നൊന്നും തരുന്നില്ല. വേണ്ട.
ജോർജ് ചേട്ടൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും കേട്ടിട്ടുള്ളതാണെങ്കിലും 1987 ഒരു സന്ധ്യ സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന് ഒരു സ്റ്റേജ് ഷോയെ പ്രകമ്പനം കൊള്ളിച്ച ജോർജ് ചേട്ടന്റെ 2 പ്രകടനങ്ങൾ ഇവിടെ കണ്ട വളരെ സന്തോഷമായിരുന്നു. കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ കലശാസ്തുന ത്രൈലോക്യം മംഗളം കുരു ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഇതിൽ കുറെ തെറ്റൊക്കെ ഉണ്ടാവും. ഞാനതിങ്ങനെ കേട്ട് പഠിച്ചതാണ്. വരികളൊക്കെ വല്ല അമ്പലത്തിൽ വെക്കുമ്പോ കേട്ട് പഠിച്ചതല്ലേ? അമ്പലത്തിൽ നിന്ന് തന്നെ കേട്ട് വെളുപ്പിനൊക്കെ കേട്ട് പഠിക്കണതാണ്. അപ്പൊ അത് വരികളൊക്കെ അല്ല തെറ്റാണ്. ജോർജ് ചേട്ടാ, അത് നമ്മള് 2021-ലും 22-ലും ഒക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇത് 87-ലെ കാര്യമാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി, അല്ലാണ്ട് വലിയൊരു സംഭവമായിട്ടല്ല. പക്ഷെ തബല ഇന്ന് പൊളിക്കും. അയ്യോ, അതൊക്കെ വേണം ഇനി. വേണം. സക്കീർ ഹുസൈൻ തബലയിൽ വായിച്ചൊരു ജതി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ. താങ്ക് യു ഇതൊക്കെ നമ്മള് മൈഡിയർ കുട്ടിച്ചാത്തൻ ദൂരദർശനിൽ കാണുന്ന പോലെയാണ്. അതായത് ഒരു 10-30 സൗണ്ട് വെച്ചിട്ട് സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കേണ്ടത് നമ്മൾ TV കൂടെ കേൾക്കുമ്പം അത്രയൊക്കെ തന്നെ ഉള്ളു. പക്ഷെ ഞാൻ ഇതൊക്കെ നേരിട്ട് ഒരുപാട് കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഗംഭീരമായിട്ടുണ്ട് ജോർജ് ചേട്ടാ, സൂപ്പറായി. ഇതിൽ മൃദംഗത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നിന്ന് ചേട്ടാ ഒന്നും കൂടി ഒരു 4 ലൈൻ ആരെങ്കിലും പാടയുടെ എൻ്റെ കൂടെ വായിക്കാൻ വരുന്നത്. ഡയന, എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല, പക്ഷെ എന്നാ ഞാൻ ട്രൈ ചെയ്യാം. അടിപൊളി. സ്വാമിനാഥ പരിപാലയാശുമാ സ്വാമിനാഥ പരിപാലയാശുമാ മല്ലീശ ഗുരുകുല ശിവദേശ സ്വാമിനാഥ പരിപാലയാശുമാ. ഗംഭീരമായി. പക്ഷെ 2022 നിന്നുകൊണ്ട് 87-ലെ സ്വാമിനാഥ പാടിയ ഡയാനയാണ് സമ്മതിക്കേണ്ടത് അല്ലേ? ജോർജ് ചേട്ടന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള കഥകളുണ്ട്. നമ്മൾ ഉൾപ്പെടെയൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ജോർജ് ചേട്ടൻ ഒരു സ്റ്റോക്ക് തീരാത്ത 1 പറഞ്ഞ് 2 പറഞ്ഞ് 3-ാമത്തേന് ഇത് പറയുന്നതും ഒപ്പം ഈ കഥകളെക്കാളും നമ്മൾ അപ്പോൾ ഉള്ള സന്ദർഭത്തിൽ നിന്നെടുത്ത് കൗണ്ടർ പറയുന്ന കാര്യത്തില് ജോർജ് ചേട്ടന് ഒരു രക്ഷയില്ല. അത്ഭുത കൗണ്ടറുകൾ പറയുന്ന ആളാണ്. കൗണ്ടർ അടിക്കും, പക്ഷെ ഇപ്പൊ സ്പോട്ട് കിട്ടണല്ലോ.